വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ MCQലെ 7th സെറ്റ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട്പുട്ട് പവർ S0 in a DSP SC receiver shown when channel noise PSD is eta by 2 with n equal to 10 raised to minus 7 and modulating signal m of t as shown in the figure m of t cos omega ct plus n of t. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് പവർ ആണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഔട്ട്പുട്ട് പവർ എന്താണ്? നമുക്ക് ഈ പിക്ചർ നോക്കാം. പിക്ചറിൽ നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് 8000 കിട്ടും അല്ലെ. അപ്പൊ 8000 ബീറ്റയാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫിഗർ ഓഫ് മെറിറ്റ് വെൻ എ സിംഗിൾ ടോൺ മോഡുലേറ്റിംഗ് സിഗ്നൽ f of t equal to em cos omega mt phase modulates a carrier a cos omega ct will be. അപ്പോൾ ഫിഗർ ഓഫ് മെറിറ്റ് നമ്മൾ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഗർ ഓഫ് മെറിറ്റ് ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ തന്നിട്ടുണ്ട് em cos omega mt ന്ന്, കാരിയർ തന്നിട്ടുണ്ട് a cos omega ct. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം ആണ്. അപ്പൊ നമുക്ക് ഫിഗർ ഓഫ് മെറിറ്റ് വരിക ഹാഫ് mf² ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ടെലിവിഷൻ സിഗ്നൽ ഈസ് സാമ്പിൾഡ് അറ്റ് എ റേറ്റ് ഓഫ് 20% എബവ് ദ നിക്വസ്റ്റ് റേറ്റ്. നിക്വസ്റ്റ് റേറ്റിന്റെ 20% കൂടുതലായിട്ടാണ് നമ്മൾ സാമ്പിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സിഗ്നൽ ഹാസ് എ ബാൻഡ് വിഡ്ത്ത് ഓഫ് 6 മെഗാഹെർട്സ്. സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 6 മെഗാഹെർട്സ് ആണ്. ക്വാണ്ടൈസ്ഡ് ലെവൽ, സാമ്പിൾസ് ആർ ക്വാണ്ടൈസ്ഡ് ഇൻ ടു 1024 ലെവൽസ്. ആ ലെവൽ എന്ന് പറയുന്നത് 1024 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? മിനിമം ബാൻഡ് വിഡ്ത്ത് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് ദ സിഗ്നൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആവശ്യമായ മിനിമം ബാൻഡ് വിഡ്ത്ത് എന്താണ്? നമുക്ക് സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പൊ നിക്വസ്റ്റ് റേറ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. നിക്വസ്റ്റ് റേറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 ഇൻറ്റു ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ 6 മെഗാഹെർട്സ്. അപ്പോൾ 12 മെഗാഹെർട്സ് ആയിരിക്കും എന്ന് നമ്മുടെ നിക്വസ്റ്റ് റേറ്റ്. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? നിക്വസ്റ്റ് റേറ്റിന് 20% എബവ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താ? 120/100. 120/100 എന്ത് വരും? 1.2 വരും. അപ്പോൾ ആക്ച്വൽ സാമ്പിളിംഗ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. 1.2 ഇൻറ്റു നമ്മുടെ നിക്വസ്റ്റ് റേറ്റ് എത്രയാണ്? 12. അപ്പോൾ 1.2 ഇൻറ്റു 12 ആയിരിക്കും നമ്മുടെ ആക്ച്വൽ സാമ്പിളിംഗ് റേറ്റ്. അതെന്ന് പറയുന്നത് 14.4 മെഗാഹെർട്സ്. ഇനി നമുക്കിവിടെ ക്വാണ്ടൈസേഷൻ ലെവൽസ് തന്നിട്ടുണ്ട് 1024. അതിനെ നമുക്ക് 2⁻10 എന്ന് എഴുതാം. സോ നമുക്ക് എത്ര ബിറ്റ് ആണ് ഓരോ സാമ്പിൾ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 10 ബിറ്റ് ആവശ്യമായി വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് 10 bits or binary pulses are needed to encode each sample. അപ്പൊ ഇനി നമ്മൾ മിനിമം ബാൻഡ് വിഡ്ത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 144.4 m ഇൻറ്റു ഈ 10. അപ്പോൾ 144 m bits per second നമുക്ക് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഡെൽറ്റ മോഡുലേഷൻ സിസ്റ്റം ദ ഗ്രാനുലാർ നോയ്സ് ഒക്കേഴ്സ് വെൻ. അതായത് ഡെൽറ്റ മോഡുലേഷൻ സിസ്റ്റത്തിൽ എപ്പോഴാണ് ഗ്രാനുലാർ നോയ്സ് ഉണ്ടാവുന്നത്? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷനിൽ നിന്ന് നമ്മുടെ ആൻസർ മോഡുലേഷൻ സിഗ്നൽ ഇൻക്രീസസ് റാപ്പിഡ്ലി. അതായത് മോഡുലേഷൻ സിഗ്നൽ റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ആവുമ്പോഴായിരിക്കും എന്തുണ്ടാവുക? ഗ്രാനുലാർ നോയ്സ് ഉണ്ടാവുക. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, PAM signals can be demodulated by using A. അപ്പോൾ PAM സിഗ്നൽസിനെ നമുക്ക് എങ്ങനെ ഡീമോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഡിഫറൻഷിയേറ്റർ ഫോളോഡ് ബൈ എൻ LPF. അപ്പോൾ ഡിഫറൻഷിയേറ്റർ കഴിഞ്ഞിട്ട് ഒരു LPF വെച്ചിട്ടാണ് നമ്മൾ PAM സിഗ്നൽസിനെ ഡീമോഡുലേറ്റ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ ഇൻ എ PCM ഡിപ്പെൻഡ്സ് അപ്പോൺ. PCMന്റെ സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? സാമ്പിളിംഗ് റേറ്റ് ആണോ, ക്വാണ്ടൈസേഷൻ ലെവൽ ആണോ, മെസ്സേജ് സിഗ്നൽ ബാൻഡ് വിഡ്ത്ത് ആണോ? ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മുടെ ഈ PCMന്റെ സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെസ്സേജ് സിഗ്നൽ ബാൻഡ് വിഡ്ത്തിനാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ഒരു MCQ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.